ഏഷ്യയിലെ ആദ്യത്തെ രജിസ്റ്റർ ഓഫീസിൻ്റെ തുടക്കത്തെ സ്മരിച്ചുള്ള ആദ്യ രജിസ്ട്രേഷൻ ദിനാചരണത്തിന് ഞായറാഴ്ച അഞ്ചരക്കണ്ടിയിൽ തുടക്കമാകും. 160 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് ദിനാഘോഷത്തിനും തുടക്കം കുറിക്കുന്നത്. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ദിനാചരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും. ഏഷ്യയിലെ ആദ്യത്തെ രജിസ്ട്രാർ ഓഫീസായ അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസ് 1865 ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരനായ മർഡോക് ബ്രൗൺ സാഹിബാണ് രജിസ്ട്രാർ ഓഫീസ് സ്ഥാപിച്ചത്. 1867 ജനുവരി 4 ഇവിടെ ആദ്യ വസ്തുവിന്റെ രജിസ്ട്രേഷൻ നടന്നു. ഇതിന്റെ സ്മരണയ്ക്കായാണ് ജനുവരി 4 രജിസ്ട്രേഷൻ ദിനമായി ഈ വർഷം മുതൽ ആചരിക്കുന്നത്. ബ്രൗൺ സാഹിബിന്റെ ഉടമസ്ഥതയിലുള്ള 500 ഏക്കർ വിസ്തൃതിയുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ കറുപ്പത്തോട്ടത്തിന്റെ രജിസ്ട്രേഷനും മറ്റുമാണ് ഇവിടെ രജിസ്റ്റർ ഓഫീസ് സ്ഥാപിച്ചത്. ഇതോടൊപ്പം നാട്ടുകാർക്ക് സ്വത്ത് രജിസ്റ്റർ ചെയ്യാനും ഈ ഓഫീസ് ഉപയോഗപ്പെടുത്തി. ബ്രൗൺ സാഹിബ് തന്നെയായിരുന്നു ആദ്യ ഡെപ്യൂട്ടി രജിസ്ട്രാറും സ്റ്റാമ്പ് വെണ്ടറും. മദ്രാസിൽ നിന്നാണ് മുദ്രപത്രം കൊണ്ടുവന്നത്. രേഖകൾ പെട്ടെന്ന് ദ്രവിക്കാതിരിക്കാൻ പ്രത്യേക രീതിയിൽ നിർമ്മിച്ച അലമാരയാണ് ഉപയോഗിച്ചത്. കണ്ടങ്കുന്ന് അംശം കണ്ടങ്കുന്ന് വില്ലേജ് കുറുമ്പക്കൽ ദേശത്തെ രേരോത്ത് കുറുവക്കാട് കുഞ്ഞമ്പുവിന് ലഭിച്ച ആധാരമാണ് ഇവിടെ ആദ്യമായി രജിസ്റ്റർ ചെയ്തതെന്നാണ് രേഖകളിൽ കാണുന്നത്. തുടർന്നിങ്ങോട്ട് 3.5 ലക്ഷത്തിലധികം വസ്തു രജിസ്ട്രേഷൻ നടപടികൾ ഇവിടെ നടന്നു. 1963 മുതലുള്ള രേഖകൾ ഡിജിറ്റലൈസ് ചെയ്തു വരികയാണ്. ബ്രൗണിന്റെ 4ാം തലമുറയിൽപ്പെട്ട പേരമകൻ പോൾ ബ്രൗൺ, ഭാര്യ ഷേൾ, മകൾ എലീനർ എന്നിവർ 2023 ഒക്ടോബറിൽ ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. അവിടുത്തെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മർഡോക് ബ്രൗൺ എന്ന പ്രഭുവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, കറുപ്പത്തോട്ടത്തിന്റെ ഉടമ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവിടെ ആദ്യം അഞ്ചരക്കണ്ടി കറുപ്പത്തോട്ടത്തിലെ ബംഗ്ലാവിൽ വെച്ച് രജിസ്ട്രേഷൻ നടപടികൾ 2 വർഷത്തോളം നടത്തുകയും അതിനുശേഷമാണ് ഇവിടെ സ്വന്തമായിട്ട് ഗവൺമെന്റ് ബിൽഡിങ്ങിലേക്ക് 1967 മാറ്റി രജിസ്ട്രേഷൻ ഗവൺമെന്റ് അംഗീകൃത രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്തത്. ഏകദേശം 160 വർഷമായി ഇവിടെ അഞ്ചരക്കണ്ടി രജിസ്റ്റർ ഓഫീസ് തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യമൊക്കെ ചെറിയ രജിസ്ട്രേഷനുകളാണെങ്കിലും ഇപ്പോൾ ഒരു വർഷം ഏകദേശം 3000-ഓളം രജിസ്ട്രേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ.